ഇന്നത്തെ വീഡിയോയിൽ ഞാനിതിൻ്റെ അനിയത്തി നമ്മളിവിടെ എത്തിയിട്ടുള്ളത് സമുദ്ര ബീച്ചിലാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ പറയാൻ നടക്കുന്ന ഒരു വൻപൻ ലൊക്കേഷനാണ്. ഒത്തിരി പേര് ഇവിടെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അത്യാവശ്യം ഇപ്പോൾ കുറച്ച് പോപ്പുലാരിറ്റി ആയിട്ട് നിറച്ച ആൾക്കാർ ഡെയിലി ഇവിടെ വരാറുണ്ട്. നമുക്ക് നല്ല ഫോട്ടോഷൂട്ട് ഒത്തിരി സെക്ഷൻസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും നമ്മൾ പോയി കഴിഞ്ഞാൽ തന്നെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനും അനിയത്തി ഇവിടെ നമ്മുടെ സമുദ്ര ബീച്ചിലെത്തിയിട്ടുണ്ട്. അനിയത്തിയാണ് എൻ്റെ കൂടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇതൊക്കെ. ഓക്കെ, നമുക്കിനി ഇവിടെ നിന്ന് വന്നതിന് ശേഷം ഇവിടെ നിന്ന് അങ്ങ് മുകളിലേക്ക് പോകാനുള്ളൊരു സ്പോട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മുകളിലേക്ക് ഇവിടെ നിന്ന് അതുവഴി നടന്നാണ് മുകളിലേക്ക് പോകാം നമ്മൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സൈഡിലേക്ക് നടന്നിങ്ങനെ ഫ്രണ്ടിലേക്ക് എത്തുമ്പോൾ തന്നെ കുറച്ച് നല്ല പൂക്കൾ ഇവിടെ ഉണ്ട് കാണാൻ വേണ്ടി, നല്ല അഴകുള്ള. ഓക്കെ, ഇതെല്ലാം നമുക്ക് കണ്ട് നമുക്ക് കുറച്ച് സൈഡിലേക്ക് കയറി നമുക്ക് അവിടെ നിന്ന് മുകളിലേക്ക് ഒരു വ്യൂ കാണാൻ വേണ്ടി പറ്റും. നമുക്കിവിടെ ഇതാണ് ഇവിടുത്തെ കടൽ അത്ര വൃത്തിയൊന്നുമില്ല. ആ ഒരു സൈഡ് കുറച്ച് ഭാഗത്തേക്ക് ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റും. കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങാറുണ്ട് ഈ സൈഡിൽ കൂടെ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു സ്ലോപ്പുള്ള ഈ സൈഡിൽ കൂടെ നമുക്ക് കുറച്ച് മുകളിലേക്ക് പോകാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ വരുന്നവർ ഉറപ്പായിട്ട് ഈ സൈഡിലേക്ക് കൂടെ കയറി സ്റ്റെപ്പ് കയറി ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പോകുമ്പോൾ ആ ഒരു വൈബ് വല്ലാത്ത രസമാണ്. പിന്നെ സൈഡിലുള്ള ഹോട്ടലിൻ്റെ അവരുടെ ആ ഒരു ഗ്രീനറി അറേഞ്ച്മെൻ്റ് ഒക്കെ കുറച്ച് രസമുണ്ട്. നമ്മൾ സമുദ്ര ബീച്ചിൻ്റെ സൈഡിൽ വരുന്ന ഈ സൈഡിൽ കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കോവളത്തിൻ്റെ ഒരു സൈഡിൽ എത്താൻ വേണ്ടി പറ്റും. കുറച്ച് ദൂരം നമ്മൾ പോയി, പക്ഷേ കൂടുതൽ അങ്ങ് പോകാൻ വേണ്ടി കുറച്ച് ദൂരമുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ടില്ല. ഓക്കെ, ഈ സൈഡ് നല്ല രസമാണ്. പിന്നെ ഇവിടെ കുറച്ച് സമയം പോലീസ് അത്യാവശ്യം സേഫാണ്. പോലീസൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഫാമിലിയായിട്ടൊക്കെ പോകുന്ന കുറച്ച് സേഫായുള്ള പ്ലേസ് തന്നെയാണിത്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് കടലിൽ കാണാൻ വേണ്ടി ഒരു പ്രത്യേക വൈബാണ്. ഈ ഒരു സൈഡ് ആ നീല ആകാശവും പിന്നെ ആ ഒരു പച്ചപ്പ് എല്ലാം കൂടെ ചേർന്നൊരു പ്രത്യേക ബ്യൂട്ടിയാണ്. നമ്മളിവിടെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു വല്ലാത്തൊരു ഫീൽ ഇവിടെ ഉണ്ടാകും. നല്ല കാറ്റും തണുപ്പൊക്കെയാണ്. ഇത് നല്ല രസമുണ്ട്. കണ്ട ആ ഒരു സൈഡിൽ ഒരു ഹോട്ടലിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ നല്ല രസമാണ്. അകത്തേക്കാണ്. ഓക്കെ, ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. സമുദ്ര ബീച്ചിൻ്റെ സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ സൈഡാണ് കോവളം ബീച്ച് വരുന്നത്. പിന്നെ റിസോർട്ടിൻ്റെ സൈഡിൽ കാഴ്ചകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ ദിവ്യ ഒന്ന് ഹായ് പറ. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ വേറൊരു കാഴ്ചയാണ് കാണാൻ വേണ്ടി. കടലിൻ്റെ ആ ഒരു കാറ്റും പിന്നെ അവിടെ മുകളിലേക്ക് കുറച്ച് അവരൊക്കെ നിൽപ്പുണ്ട്. കുറച്ച് കാടും എല്ലാ സംഭവവും ഫുള്ള് കാട് പോലെ നിൽപ്പുണ്ട്. അതിൻ്റെ അവിടെ കയറി കുറച്ചുകൂടെ കാഴ്ചകൾ കാണുമെന്ന് അറിയില്ല. അവിടെ പോലീസൊക്കെ നിൽപ്പുണ്ട്. അങ്ങോട്ട് പോകുന്നില്ല. ഇനി നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കോവളത്തിൻ്റെ ബീച്ചിൻ്റെ സൈഡ് എത്താം. ഓക്കെ, അപ്പോൾ ഞാനും അനിയത്തിയും കൂടെ അവിടെ നിന്ന് നമ്മൾ തിരിച്ചു. അവിടെ നിന്ന് കുറച്ച് ദൂരമൊക്കെ വന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് കുറച്ച് നടക്കുമ്പോൾ ആ ഒരു വൈബ് നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ട രണ്ട് സൈഡും ആ ഒരു പച്ചപ്പ് നല്ല രസമുണ്ട്. ഇവിടെ അത്യാവശ്യം നിറച്ച് പിള്ളേഴ്സൊക്കെ വരാറുണ്ട്. ഇവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ അനിയത്തിയുടെ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടു. പിന്നെ അവരോട് കുറച്ച് വീഡിയോസ് എടുത്താണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടുന്ന് കുറേ നടന്നപ്പം തന്നെ പിന്നെ നമ്മൾ തിരിച്ചു പോകാമെന്ന് കരുതി. കാരണം കൂടുതൽ അങ്ങ് നടന്നാലും ആ ഒരു വൈബ് കിട്ടില്ല എന്ന് അനിയത്തി പറഞ്ഞ് കുറേ നടക്കാൻ വയ്യെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പയ്യെ തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ നിന്ന് കുറച്ച് ചലിച്ചു. ഓക്കെ, അവിടെ നിന്ന് വീണ്ടും നമ്മൾ തിരിച്ചു. ആ സൈഡിലേക്ക് അവരുടെ ആ ഹോട്ടലിൻ്റെ വല്ലാത്ത രസമുണ്ട്. ഇവരാണ് ഈ പയ്യന്മാരാണ് നമ്മളോട് വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും കണ്ടു. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സമുദ്ര ബീച്ചിൻ്റെ വ്യൂ ഇങ്ങനെയാണ്. പിന്നെ അവിടെ ആ ഒരു ബീച്ചിൻ്റെ ആ ഒരു ഇപ്പോൾ വന്ന അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ് വല്ലാത്ത രസമാണ്. പിന്നെ പക്ഷേ വൈകുന്നേരം ആവുന്ന സമയത്ത് അവിടെ ടീ ഷോപ്പൊക്കെ വർക്കിംഗ് ആണ്, അല്ലാത്ത സമയത്ത് വർക്കിംഗ് അല്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് പയ്യന്മാർ. ഓക്കെ, സെറ്റായിരുന്നമാർ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, ബീച്ചിലേക്ക് എത്തി. അപ്പോൾ ഇത് നമ്മളവിടെ ചേർന്നിട്ടുള്ളത് നിതിലാണ്. അപ്പോൾ നിതിലാണ് നമ്മളവിടെ നിന്ന് എത്തിയിട്ടുള്ളത്. നിതിലെത്തിയിട്ടുണ്ട്. ഞാനും എൻ്റെ അനിയത്തി നമ്മൾ കുറേ റീൽസ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് നിതിൽ നമുക്ക് ഐസ്ക്രീം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്.